അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ മാഷറുടെ ഇസ്ലാം വിരോധത്തിൻ്റെ സാമ്പിൾ കാണുന്നു. ഇസ്ലാമിലെ ദത്തെടുക്കൽ നിരോധത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ദത്തെടുക്കുക എന്നുള്ളത് ഒരു നല്ല സംഗതിയായിരുന്നു. ദത്തെടുക്കുക എന്നുള്ളത് ഒരു നല്ല സംഗതിയായിരുന്നു. പക്ഷേ മുഹമ്മദിന് തൻ്റെ ദത്തുപുത്രൻ്റെ മകളെ വിവാഹം ചെയ്യേണ്ടതുണ്ടായതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് ആയത്തിറക്കിച്ചിട്ട് അത് നിരോധിച്ചു എന്നാണ്. ഇവിടെ രണ്ട് സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി തൻ്റെ ദത്തുപുത്രൻ്റെ ഭാര്യയായിരുന്ന അദ്ദേഹം വിവാഹമോചനം ചെയ്തിട്ടുള്ള ആ സ്ത്രീയെ വിവാഹം ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് സമയത്ത് മാത്രമാണോ ഇസ്ലാം ദത്തെടുക്കൽ സമ്പ്രദായത്തെ നിരോധിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ആ ദത്തുപുത്രന്മാരുടെ സന്തതി പിന്നെ അവരെ മോചിപ്പിച്ച് വിവാഹമോചനം ചെയ്തിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണോ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്? ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്ത് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെട്ട എന്നാണല്ലോ മലയാളത്തിലതിൻ്റെ അർത്ഥം. ദാനം ചെയ്യപ്പെടുക പറഞ്ഞാൽ എൻ്റേതല്ലാത്ത ഒന്ന് എനിക്ക് മറ്റൊരാൾ നൽകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒന്ന് ഞാൻ മറ്റൊരാൾക്ക് നൽകുമ്പോൾ അത് അയാളുടേതല്ല, അതിനാണല്ലോ ദത്ത് എന്ന് പറയാം. അപ്പോൾ ഈ ദത്ത് എന്ന് പറയുന്നത് ആ പ്രയോഗം തന്നെ പറയുന്നത് സൂചിപ്പിക്കണത് എന്താണ്? ഈ മകൻ അല്ലെങ്കിൽ മകൾ ഇയാളുടേതല്ല എന്നുള്ളതാണ്. മറ്റാരുടെയോ മകളാണ്, മകനാണ്. അവർ കാശിനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ആ കുട്ടിയെ ഇയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ കുട്ടിയെ ഇയാൾ വളർത്തുന്നു. അത് വ്യാജമായിട്ട് തൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന നിലക്കാണ് അയാൾ വളർത്തുന്നത്. ഇനി അറബി ഭാഷയിൽ അതിന് പറയുന്ന പ്രയോഗം എന്താണ്? തബന്നി എന്നാണ്. തബന്നി പറഞ്ഞാൽ എന്താണ് അർത്ഥം? തബന്നി എന്ന് പറഞ്ഞാൽ മകനാക്കുക അല്ലെങ്കിൽ മകളാക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ തൻ്റെ മകനല്ലാത്ത അല്ലെങ്കിൽ മകളല്ലാത്ത ഒരാളെ തൻ്റെ മകനോ മകളായിട്ട് അംഗീകരിക്കുക. അത് തന്നെയും യഥാർത്ഥത്തിൽ അറബികൾ ചെയ്തിരുന്നത് ആൺകുട്ടികളെയാണ് അവർ ദത്തെടുക്കാറുള്ളത്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ആൺകുട്ടികൾക്കേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടികൾ അവർ പിന്നെ സമ്പാദിക്കുന്നില്ല, അവർ ശത്രുവിനെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ള കാരണങ്ങളാൽ അവർക്ക് പെൺകുട്ടികളോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്പത്തിൽ പിന്നെ പങ്കുപോലും നൽകാതിരുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം യഥാർത്ഥത്തിൽ ആ പ്രയോഗം തന്നെ ദ്യോതിപ്പിക്കുന്നത് പോലെ തൻ്റേതല്ലാത്ത തനിക്ക് മറ്റാരാലോ നൽകപ്പെട്ട ഒരാളെ, ഒരു കുട്ടിയെ തൻ്റെ കുട്ടിയായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ശാസ്ത്രീയമോ പ്രകൃതിപരമോ അല്ല എന്നതൊരു വസ്തുതയാണ്. ഖുർആന് മകൻ വിവാഹമോചനം ചെയ്തിട്ടുള്ള കുട്ടികളെ അല്ലെ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. അത് ഔരസ സന്താനങ്ങളുടെ വഹലായിലു അബ്നായിക്കുമുല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ സുൽബിൽ നിന്ന്, നിങ്ങളുടെ മുതുകിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ അവർ വിവാഹമോചിതരാണെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. അങ്ങനെയുള്ള ആൺകുട്ടികളുടെ അവർ വിവാഹം ചെയ്ത സ്ത്രീകളെ അവർ വിവാഹമോചനം ചെയ്താൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഖുർആന് അങ്ങനെയുള്ള കുട്ടികളെ ഇവരുടെ കുട്ടികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. മറ്റേ കുട്ടികളെ ഇസ്ലാം ഇവരുടെ കുട്ടികളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വേറൊരു സംഗതിയുണ്ട്. ഈ കുട്ടികളെ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് സംരക്ഷിക്കാമോ? ഇസ്ലാം ഒരിക്കലും അതിനെതിരല്ല. അവരെ സംരക്ഷിക്കാം, അവർക്ക് മാനുഷികമായിട്ടുള്ള എല്ലാ പരിഗണനയും കൊടുക്കാം, അവരെ സ്നേഹിക്കാം, ലാളിക്കാം, അവർക്ക് പുനരധിവാസം നൽകാം, ഒക്കെ ചെയ്യാം, വിദ്യാഭ്യാസം നൽകാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ എന്നവരെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേരെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഉള്ള ഒരു അവകാശമോ ബാധ്യതയോ അവരുമായിട്ട് നിങ്ങൾക്കില്ല എന്നുള്ളതേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരെ സംരക്ഷിക്കുന്ന കാര്യം ഒരിക്കലും ഖുർആൻ നിരാകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഇതിനെ നല്ല കാര്യമായി ചിത്രീകരിക്കുന്നതിന് കാരണം പറഞ്ഞത്, അല്ലെങ്കിൽ ഇസ്ലാം അതിന് നിരോധിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി അള്ളാഹു ഇത് അനുവദിച്ചിട്ടും അദ്ദേഹം ജനങ്ങളോട് ഇത് തുറന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അള്ളാഹു അറിയിച്ച എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം വന്നപ്പോൾ അദ്ദേഹം അവിടെ അറച്ചു നിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ ആ കാര്യം പറയുന്നുണ്ട്. വൈദ് തഖൂലു ലില്ലദി അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി, അള്ളാഹു ആർക്കാണോ അനുഗ്രഹം ചൊരിഞ്ഞത് താങ്കളും ആർക്കാണോ അനുഗ്രഹം നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള മനുഷ്യനോട് താങ്കൾ പറഞ്ഞ സന്ദർഭം, വൈദ് തഖൂലു ലില്ലദി അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി, എന്താ പറഞ്ഞത്? അംസിക് അലൈക സൗജക്, നിൻ്റെ ഭാര്യയെ നീ നിൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന. അംസിക് അലൈക സൗജക. എന്നിട്ട് പറഞ്ഞു തുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദിഹി, അള്ളാഹു വ്യക്തമാക്കാൻ പോകുന്ന ഒരു കാര്യം നീ നിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് പറഞ്ഞത് വതഖ്ശന്നാസ, നീ ജനങ്ങളെ പേടിക്കുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, പേടിക്കാൻ അർഹൻ അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഖുർആൻ നബിയെ ആക്ഷേപിക്കുകയാണ് ചെയ്യണത്, അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഹമ്മദ് നബി അദ്ദേഹം ആഗ്രഹിച്ചൊരു സംഗതിയാണെങ്കിൽ ജനങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ ഈ അദ്ദേഹത്തിന് തൻ്റെ ദത്തുപുത്രൻ്റെ മകളെ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി അല്ലത്. ഇവിടെ സ്വന്തം മക്കൾ, ഒരു മനുഷ്യൻ്റെ സ്വന്തം മക്കളും അല്ലാത്തവരും ആരാണെന്ന് വേർതിരിക്കുകയും ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള അവകാശങ്ങളും ബാധ്യതകളും ഉള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യാനുള്ളത് ഖുർആനിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇതിലൂടെ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. അതേ അവസരം നാട്ടിൽ നിലനിൽക്കുന്ന ഒരു അനാചാരത്തെ നിരാകരിക്കുക എന്നുള്ളതും ഖുർആൻ്റെ ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇങ്ങനെയുള്ള ആളുകളെ സ്വന്തം മക്കളായി കാണുകയും മക്കളോടെന്ന പോലെ അവരോട് വർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറബികൾ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാതിരുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നത്. ഇത് തകർക്കപ്പെടേണ്ടതുണ്ട് തന്നെയാണ് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നിലനിൽക്കാൻ പാടില്ല. അത് ഏറ്റവും നല്ലത്, അത് തകർക്കാൻ ഏറ്റവും നല്ല ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഖുർആൻ സയ്യിദിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം അകന്നപ്പോൾ സയ്യിദല്ല യഥാർത്ഥത്തിൽ അവിടെ ഭാര്യയുമായിട്ട് അകലുന്നത് ഭാര്യയാണ്. കാരണം ഭാര്യ സൈനബ് ബിൻത് ജഹ്ഷ്, അവർ ഖുറൈശി കുലജാതയാണ്. സയ്യിദ് എന്ന് പറയുന്നത് ഒരടിമയായി നബിയുടെ കീഴിൽ ഇസ്ലാമിന് മുമ്പേ മുഹമ്മദിൻ്റെ കയ്യിൽ വളർന്ന ഒരു ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ താൻ വിവാഹം ചെയ്യാന്നുള്ളത് സൈനബ് മാനസികമായിട്ട് നേരത്തെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ അതിനെ നേരത്തെ തന്നെ അതിനെ നിരാകരിച്ചത്. പിന്നെ അള്ളാഹുവും റസൂലും, അള്ളാഹിൻ്റെ റസൂല് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് അത് നിരാകരിക്കാൻ കഴിയുമായിരുന്നില്ല. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു മുഅ്മിനായ വിശ്വാസിയായിട്ടുള്ള പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അള്ളാഹുവോ അവൻ്റെ റസൂലോ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലാണ്. കാരണം ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹ് എന്താണോ പറഞ്ഞത്, റസൂൽ എന്താണോ പറഞ്ഞത്, അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോഴാണ് അയാൾ ആ ആണായാലും പെണ്ണായാലും വിശ്വാസിയാണ്. അപ്പോൾ ഈമാന് വിശ്വാസം വേണമോ കുഫർ വേണമോ,
ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ഏത് കാര്യവും അത് അതേപടി അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈനബ് സൈദിനെ വിവാഹം ചെയ്തത്. പക്ഷേ സൈനബ് മനസ്സാ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആ ജീവിതം, ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോയതുമില്ല. അങ്ങനെ സെയ്ദ് നബിയുടെ അടുത്ത് വന്നിട്ട് താൻ സൈനബിനെ വിവാഹമോചനം ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റൂല എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അടുക്ക് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം ഈ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് അതുവഴി ഈ അനാചാരത്തെ തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നബിക്ക് ജനങ്ങളോട് തുറന്ന് പറയാൻ അല്പം വിഷമമുണ്ട്. കാരണം നാട്ടിൽ നടപ്പിൽ നിൽക്കുന്ന ഒരു സമൂഹം മൊത്തത്തിൽ തന്നെ അംഗീകരിച്ചു പോരുന്ന ഒരു സംഗതിയെ ബാഹ്യമായിട്ട് അതിന് കുറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇത് തൻ്റെ പേരിൽ മറ്റുള്ളവർ ആക്ഷേപിക്കാൻ പഴുതുള്ളൊരു സംഗതിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഈ സംഗതി അള്ളാഹു നേരത്തെ ഖുർആനിലൂടെ അദ്ദേഹത്തിന് വഹയിൻ്റെ രൂപത്തിൽ അങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. അങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഖുർആൻ്റെ രൂപത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് മറച്ചു വെക്കില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഇത് തഖൂലുലില്ലദി അന്നമല്ലാഹു അലൈഹി എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അത് ഓതി കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് അയാളുടെ യഥാർത്ഥ സന്താനം ആരാണ്, അല്ലാത്തവരാരാണെന്ന് വേർതിരിക്കേണ്ടതുണ്ട്. ഇത് ഇന്നും യഥാർത്ഥത്തിൽ ലോകത്ത് അംഗീകരിക്കപ്പെട്ടൊരു സംഗതിയാണ്. ദത്തുപുത്രൻ്റെ ദത്തെടുക്കുക എന്നുള്ള സമ്പ്രദായം അംഗീകരിക്കപ്പെട്ട സമൂഹത്തിൽ പോലും ഒരു വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ അങ്ങനെ സംശയം ഉണ്ടായാൽ ഇപ്പോഴും എന്താണ് ചെയ്യണത്? ആ കുട്ടികളെ ഇവർക്ക് ഈ രീതിയിൽ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്താൽ പോരെ? അത് ഏറ്റെടുക്കില്ല. അവിടെ നമ്മൾ എല്ലാവിധ പരിശോധനയും നടത്തുന്നുണ്ട്. പിന്നെ സാക്ഷികളുടെ തെളിവ്, പിന്നെ അവരിങ്ങനെ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടുന്ന അങ്ങനെയുള്ള തെളിവുകൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. അല്ലാത്ത നിലക്കുള്ള പരിശോധനകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഇത് തൻ്റെ കുട്ടിയാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന രീതി നമ്മളുടെ ആധുനിക ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നീതിന്യായ നിയമത്തിൽ പോലും അത് നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു നിയമം? അപ്പോൾ ഈ നിയമം മൊത്തത്തിൽ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ചില ആളുകൾ അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് അവർ ദത്തെടുക്കുന്നു, തങ്ങളുടെ മക്കളെ പോലെ കരുതുന്നു എന്നുള്ളേ ഉള്ളൂ. എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഇവരുടെ മക്കളാണോ? അതല്ല. അതുകൊണ്ടാണല്ലോ അവർ ഇവരെ വില കൊടുത്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ വാങ്ങേണ്ടി വരുന്നത്. സ്വന്തം മകളെ ആരും വില കൊടുത്ത് വാങ്ങാറില്ല. അത് സ്വന്തം മകനും മകളുമായിട്ട് പ്രസവത്തിലൂടെ സ്വന്തം ഭാര്യ പ്രസവിക്കുമ്പോൾ ആ പുരുഷൻ തൻ്റെ മകനും മകളുമായിട്ട്, അതുപോലെ പ്രസവിച്ച സ്ത്രീ അവളുടെ മകനും മകളുമായിട്ട് അംഗീകരിക്കുമെന്നുള്ള പ്രകൃതിയാളുള്ള സംഗതിയാണ്. ഈ പ്രകൃതിയാളുള്ള സംഗതിക്ക് വിരുദ്ധമാണ് ദത്തെടുക്കുക എന്ന സമ്പ്രദായം. ആ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ആചാരത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. അതേവസരം നിങ്ങൾക്ക് വേണമെങ്കിൽ അഗതികളായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് പുനരധിവാസം നൽകുകയും ഒക്കെ ചെയ്യാം. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ ഖുർആൻ എതിർത്തിട്ടുമില്ല. പക്ഷെ ഇവിടെ എതിർത്തിട്ടുള്ള സംഗതി ഇത് സ്വന്തം മകളും മകനുമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ബാധ്യതകളും അവകാശങ്ങളും അവരുമായി പങ്കുവെക്കുന്നതിനെയാണ് ഖുർആൻ ഇവിടെ നിരാകരിച്ചിട്ടുള്ളത്. അത് മുഹമ്മദ് നബിക്ക് തൻ്റെ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാനുള്ള പൂതി കൊണ്ടൊന്നും ചെയ്തിട്ടുള്ളതുമല്ല. പ്രകൃതിയാളുള്ളൊരു സംഗതി ഇസ്ലാം നടപ്പിൽ വരുത്തി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളത് ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ ദുരാരോപണങ്ങൾ മാത്രമാണ്. യാതൊരു അടിസ്ഥാനവും അതിനില്ല എന്നുള്ളതാണ്.